Assalamu alaikum and good morning dear students. Welcome back to GS class. Today we are going to start a new chapter. The name of the chapter is Food for Health. This chapter mainly deals with the different type of nutrients present in our food items. That is carbohydrates, protein, fats, minerals, salts and vitamins. And also the deficiency diseases and also the food items present in each nutrient. And later in this chapter we are discussing about the balanced diet. Okay, let us move to the chapter. The chapter here begins with a picture, a conversation between a boy and girl. Look at the picture. What you can see? The boy is telling that what I like most is noodles, fried rice, fried chicken and ice cream. But my mother mostly prepares sambar and avial and sometimes fish curry. എന്താണ് ബോയ് പറയുന്നത്? അവനക്ക് ഇഷ്ടമുള്ളത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അല്ലേ, നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ഓൾസോ ഫ്രൈഡ് ചിക്കൻ, അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസും ഐസ്ക്രീമും ഒക്കെയാണ് ഇഷ്ടം. ബട്ട് ഹിസ് മദർ ഓൾവേസ് കുക്ക് rice, sambar, avial, fish curry, etc. And the second case, what the girl is telling, the case is the same in my home too. We mostly prepare dishes with yam, amaranthus and moringa leaves. Girl എന്താ പറഞ്ഞത്? അവളുടെ വീട്ടിലും മദർ കുക്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ബട്ട് ഷീ ഓൾസോ ലൈക്ക് some other items like fried items, ice creams, then noodles, etc. What do you people like? Which are the food items you like most? Yes, you also like the fast food items and fried food items more. But which one is more healthy? Which one contain more nutrients? Yes, the food prepared by our mother at home. നമ്മളെ മദറൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിനാണ് കൂടുതലായിട്ട് എന്തുള്ളത്, ന്യൂട്രിയൻസ് നമുക്ക് കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് റൈസ്, വെജിറ്റബിൾസ്, സാമ്പാർ, അവിയൽ, ഫിഷ്, മീറ്റ്, എക്സെട്ര. ഇറ്റ് ഈസ് മോർ ഹെൽത്തി കമ്പയർഡ് ടു ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ ഷോപ്സ്. ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് ഹെൽത്തി ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി ബട്ട് നോട്ട് സോ ഹെൽത്തി. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ ടേക്കിംഗ് ഫുഡ്. വി ഷുഡ് കൺസിഡർ ദ ന്യൂട്രിയൻ വാല്യൂ ഓൾസോ. നമ്മൾ ആ ന്യൂട്രിയൻ വാല്യൂ പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്, വി ഫീൽ വെരി മച്ച് ടയേർഡ് ഓർ വീക്ക് ഇഫ് വി ഹാവ് നോ ഫുഡ് അറ്റ് വൺസ്. ഒരിക്കൽ ഒരു നേരത്തെ ഫുഡ് കിട്ടിയില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, വളരെ വീക്ക് ആൻഡ് ടയേർഡ് ആവും അല്ലേ? വൈ ഡു വി നീഡ് ഫുഡ്? എന്തിനാ നമുക്ക് ഫുഡ്? ഫോർ വാട്ട് പർപ്പസ്? യെസ്, ടു അക്വയർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി, പ്രതിരോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. ഓൾസോ to earn required amount of energy that body needs. ഒരു ബോഡിക്ക് ആവശ്യമുള്ള എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. നമുക്ക് ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പഠിക്കാൻ അല്ലെങ്കിൽ ഓടാൻ, നടക്കാൻ, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? എനർജി വേണം. ആ എനർജി കിട്ടണമെങ്കിൽ വി ഷുഡ് ടേക്ക് പ്രോപ്പർ ഫുഡ്. നെക്സ്റ്റ്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഓരോ ബോഡിയിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് നടക്കണമെന്നെങ്കിലും ഫുഡ് പ്രോപ്പർ എമൗണ്ടിൽ എത്തണം. So, why do we need food? To acquire immunity, to earn required amount of energy that body needs, proper functioning of metabolic activities. Okay. Here there is a picture for you. You can see various food items. First one is paddy. Look what paddy is telling. Include us in your diet. We have plenty of carbohydrates. ഞങ്ങളെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. വി ഹാവ് പ്ലെന്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കുറേ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്ന്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫിഷ് ടെല്ലിംഗ്? വി ആർ ഫുൾ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ഫിഷും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഓയിൽ ഈസ് ടെല്ലിംഗ്? വി ഹാവ് ലോട്ട് ഓഫ് ഫാറ്റ്. നമുക്ക് ഫാറ്റ് ഉണ്ട്. ദെൻ വാട്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ടെല്ലിംഗ്?
we provide mineral, salt and vitamins. ഞങ്ങൾ മിനറൽസ്, സാൾട്ട്, വിറ്റാമിൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ഓൾ ദീസ് ഐറ്റംസ് ഇൻ ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഈ എല്ലാ ഐറ്റംസും എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. സോ വിച്ച് ആർ ദ ന്യൂട്രിയൻസ് വി ഡിസ്കസ്ഡ് ഹിയർ? ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് ആൻഡ് ഫൈനലി മിനറൽ, സാൾട്ട് ആൻഡ് വിറ്റാമിൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, നെക്സ്റ്റ് പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽ, സാൾട്ട്സ് ആൻഡ് വൈറ്റമിൻസ്. അപ്പോൾ നമുക്ക് ഇതിന് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് വി ഹാവ് ടു കംപ്ലീറ്റ് എ ടേബിൾ വിച്ച് കണ്ടെയ്നിങ് ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദ ന്യൂട്രിയൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ടാവും, നമ്മൾ ആ ന്യൂട്രിയൻസ് ഏതാണ് പ്രസൻറ്റ് ചെയ്തതെന്നുള്ളത് എഴുതണം. ഓക്കെ, next here is a table for you, that is food items and nutrients. We have to write the nutrients present in each food item. First, rice. Riceil ഏത് ന്യൂട്രിയൻ്റ് ആണ് മേജർ ആയിട്ട് കാണുന്നത്? Yes, it is carbohydrate. Next, in fish, which is the major nutrient present? Protein. Next, for the oil, which one is the major nutrient? Fat. And finally, for the fruit and vegetables, it contain minerals, salt and vitamins. So, in the rice, we have the nutrient carbohydrate, for the fish, protein, next for the oil, fat, and for the fruit and vegetables, minerals, salt and vitamins. Next, we have to study the first nutrient, that is carbohydrate, in detail. Okay, carbohydrate is made up of carbon, hydrogen and oxygen. എൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏതിനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. മെയിനായിട്ട് എനർജി ഗിവിംഗ് ആണ് ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ പർപ്പസ്. കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഓരോ ആക്ടിവിറ്റീസും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ദാറ്റ് ഈസ് ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. 4 ഡിഫറെൻറ്റ് ഫോംസുകളുണ്ട്. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ്. And the cereals and also the tubers contain the carbohydrates in larger amount. അതായത് സിറിയൽസ്, ധാന്യങ്ങളിൽ, അതുപോലെ ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിറിയൽസ് ആയിട്ടുള്ള വീറ്റ്, റൈസ്. ഇപ്പോൾ ട്യൂബേഴ്സ് ആണെങ്കിൽ ടാപ്പിയോക്ക, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഈസ് found in the form of starch. Starch രൂപത്തിലാണ് കാണുന്നത്. So what we have studied about the carbohydrates? Carbohydrate is made up of carbon, hydrogen and oxygen, and it is used for providing energy for various physiological activities. Different forms of carbohydrates, they are starch, sugar, glucose and cellulose. And carbohydrates are found in plenty in cereals and also tubers in the form of starch. Okay, next is an experiment, that is to detect the presence of starch. നമുക്കൊരു ഫുഡ് ഐറ്റം തന്നിട്ടുണ്ട്, അതിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലേന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്? ഏതൊക്കെ ആയിരിക്കും? എ സ്റ്റാർച്ച് കണ്ടെയ്നിങ് ഫുഡ്സ് ഐറ്റം. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഒന്നെങ്കിൽ പൊട്ടറ്റോ, അല്ലെങ്കിൽ വേറെ ടാപ്പിയോക്ക ഓർ റൈസ് ഗ്രൂവൽ, കഞ്ഞിവെള്ളം. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഹിയർ വി ആർ സെലക്ടിങ് പൊട്ടറ്റോ. ഓക്കെ, ദെൻ ടേക്ക് ദിസ് പൊട്ടറ്റോ അല്ലെങ്കിൽ റൈസ് ഗ്രൂവൽ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക.
Then add 2 or 3 drops of dilute iodine solution to it. ഒരു 2 or 3 drops iodine solution അതിലേക്ക് ആഡ് ചെയ്യാം. And observe the color change. What color change is observing the? എന്താ നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? ലാസ്റ്റ് ഫിഗറിൽ നോക്കൂ. യെസ്, എ ഡീപ് ബ്ലൂ കളർ ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ പൊട്ടറ്റോ. ആ പൊട്ടറ്റോയുടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഡീപ് ബ്ലൂ കളർ കാണുന്നുണ്ട്. വിച്ച് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാർച്ച്. ഇപ്പോൾ സ്റ്റാർച്ച് ഉള്ള ഫുഡ് ഐറ്റം ആണെങ്കിൽ നമുക്ക് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീപ് ബ്ലൂ കളർ കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് ഫുഡ് ഐറ്റം കണ്ടെയ്ൻ സ്റ്റാർച്ച്. If there is no color change, ഒരു കളർ ചേഞ്ചും ഇല്ല എന്നെങ്കിൽ we can say that it does not contain starch. Okay, we have to complete a table in connection with this. All of you look at this table. First food item is ash gourd. Ash gourd ആണ് കുമ്പളം. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് iodine. What is the change? You can see no color change. Inference. What is the result? Absence of starch. Next, wheat flour. Wheat എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗോതമ്പ്. വൈറ്റ് കളർ ചേഞ്ചസ് ടു ഡീപ് ബ്ലൂ കളർ. ഡീപ് ബ്ലൂ കളർ ആയിട്ട് മാറുന്നുണ്ട്. വിച്ച് മീൻസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അവിടെ സ്റ്റാർച്ച് ഉണ്ട് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് പൊട്ടറ്റോ. എന്താണ്? കളർ ചേഞ്ചസ് ടു ഡീപ് ബ്ലൂ. ഇപ്പോൾ കണ്ട പോലെ തന്നെ. ദെൻ ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. നെക്സ്റ്റ് ഷുഗർ. ഷുഗർ നോ കളർ ചേഞ്ച്, ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. എഗ്, ബോയിൽഡ് എഗ്. ബോയിൽഡ് എഗ് നമ്മൾ വെച്ചു, നോ കളർ ചേഞ്ച്, ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. അപ്പം ഇങ്ങനെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എഴുതാം. അതായത് നമുക്ക് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, ഡീപ് ബ്ലൂ കളർ ആയാൽ നോ കളർ ചേഞ്ച്, ഒരു കളർ ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച് ആയിരിക്കും. ഓക്കെ. വൺ ഡേ ഇഫ് യു ഡിഡ്ന്റ് ഗെറ്റ് എനി റൈസ് ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിച്ച് വൺ വിൽ സെലക്ട് ടു കോമ്പൻസേറ്റ് ഇറ്റ്? ആ റൈസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് ഫുഡ് ഐറ്റം യു വിൽ സെലക്ട് ഫ്രം ദിസ്? എഗ്, ബനാന, ടാപ്പിയോക്ക ഓർ മിൽക്ക്? വിച്ച് വൺ യു സെലക്ട്? യെസ്, വെരി ഗുഡ്, ടാപ്പിയോക്ക. വൈ യു സെലക്ട് ടാപ്പിയോക്ക? ബിക്കോസ് ടാപ്പിയോക്ക ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റിൽ റിച്ച് ചെയ്ത ഫുഡ് ഐറ്റം പിന്നെ ഏതാണുള്ളത്? ടാപ്പിയോക്കയാണ്. വൈ യു സെലക്ട് ടാപ്പിയോക്ക? ബിക്കോസ് ടാപ്പിയോക്ക ഈസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. പിന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റിൽ റിച്ച് ചെയ്യുന്ന ഫുഡ് ഐറ്റം ഏതാണ്? ടാപ്പിയോക്കയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്തത്. ഓക്കെ. ടുഡേ വി ഹാവ് സ്റ്റാർട്ടഡ് എ ന്യൂ ചാപ്റ്റർ, ദ ഫുഡ് ഫോർ ഹെൽത്ത്, ആൻഡ് വി സ്റ്റഡീഡ് various nutrients present in the food items such as carbohydrate, protein, fats, vitamins, minerals and salt. And also we studied the first nutrient, carbohydrate, in detail. I hope all of you have understood today's class. See you next time. Thank you.